ഒരു മാസത്തോളമായി ഈ ഗെറ്റ് ടുഗദറിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ട്. പ്ലാനിങ് ഒക്കെ വമ്പ രീതിയിലായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കാൻ ഇപ്രാവശ്യം നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഇതിൽ 2 ന്യൂ ബോൺ മമ്മീസ് ഉണ്ട്. ഞാൻ ചില വീഡിയോസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഡൗൺ ആകുമ്പോൾ എന്നെ കൂടെ നിർത്താനും ചേർത്ത് നിർത്താനും ഉയർത്തി കൊണ്ടുവരാനും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടുകാർക്കോ പറ്റാറുള്ളതെന്ന്. ഈ ഗെറ്റ് ടുഗദറിൽ എനിക്കുള്ളൊരു ഫ്യൂവലാണ് അടുത്ത ഗെറ്റ് ടുഗദർ വരെയുള്ള. ഈ വീഡിയോന് റിപ്പീറ്റഡ് മോഡിലും ആവും. ഞങ്ങൾ ഡെയിലി മെസ്സേജ് അയക്കി വിളിക്കൊന്നും ചെയ്യുന്ന ആളുകളല്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ അറിയാത്തൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ ഇത്ര പ്യുവർ ആക്കുന്നതും ഇത്ര സ്ട്രോങ് ആക്കുന്നതും. ടീം മെമ്പേഴ്സ് പ്രാവശ്യം കുറവാണ് കേട്ടോ. ഇതൊന്നും അല്ല. ഞങ്ങൾ ഈ ഗ്യാങ്ങിൽ ഇനിയും കുറേ ആളുകളുണ്ട്. മിസ് ചെയ്യണ കുറേ ഫേസുകൾ. ഞങ്ങളിട്ട വലിയ വലിയ പ്ലാനുകളൊന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ നേരെ ഷെഫ് പാലാട്ട്. ഇപ്പം പിന്നെ എപ്പോഴും ഷെഫ് പാലാട്ടാണ്. മണ്ണാർക്കാട് ഞങ്ങൾക്ക് വേറെ സ്പോട്ടില്ല. അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് തന്ത്രപരമായി നീങ്ങി. ആദ്യം കുറച്ച് നേരം വെറുതെ ഇരുന്നു. പിന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്ത് അതും എല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് അതും കഴിച്ച് കുറച്ച് നേരം വെറുതെ ഇരുന്നു. പിന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അത്രയും ടൈം ഞങ്ങൾക്ക് കിട്ടി. 2 മണി മുതൽ 4:15 വരെ ഞങ്ങൾ ഷെഫ് പാലാട്ടിലായിരുന്നു. കളിച്ചും ചിരിച്ചും കളിയാക്കിയതും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മളാക്കുന്ന ചില ഇടങ്ങളില്ലേ, അതുപോലെ ഒരു ഇടമാണ് എനിക്ക് എൻ്റെ ഈ കൂട്ടുകാർ. ഇവരെവിടെ ഉണ്ടോ അവിടെ ഞാനാണ്. ഇത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അതിനുശേഷം കിട്ടിയിട്ടില്ല കേട്ടോ. നല്ലൊരു ബോണ്ട് ഉണ്ടാക്കണമെന്ന് ഒരു സൈഡിൽ നിന്ന് മാത്രം തോന്നിയാൽ പോരല്ലോ. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൂടി തോന്നുമ്പോഴാണ് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നത്. എനിക്കിതിന് ശേഷം ഇവരല്ലാതെ ഇതിനപ്പുറം എനിക്കൊരു ഫ്രണ്ട്സ് വേറെ എവിടെ ഉണ്ടായി. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കിക്ക് മനസ്സിലായോണ്ടേ നല്ലോണം ഫ്രണ്ട്സ് ഉണ്ടാക്കാനൊക്കെ അതിനുശേഷം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നടന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഈ ലോകത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ പോലെ ആവാൻ ഇനി ആരും ഉണ്ടാവില്ല. ചെറിയ കുട്ടികളുള്ളവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളി വന്നു കേട്ടോ, കുട്ടി കരയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് പിരിയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഷിനു പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഡിഗ്രി BEd മേറ്റ്സ് ആണ്. ഇപ്രാവശ്യം നമുക്ക് ലേഡീസ് ഓൺലി ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ടാണ് നിസ്ന നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിസ്നയുടെ അനിയൻ്റെ കല്യാണം കാരണം അവള് കുറച്ച് തിരക്കിൽ വിട്ടു. അതുകൊണ്ട് അത് പാളിക്കണം. അങ്ങനെ കുറച്ചു നേരം ഷെഫ് പാലാട്ടിന് മുന്നിൽ ചുറ്റിത്തിരിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ സായിക്ക് വിട്ടു. ഞങ്ങളുടെ കഥ പറയാൻ തുടങ്ങിയ കഴിയന്നെയല്ല. ഓരോരുത്തർ കാട്ടിയ മണ്ടത്തരവും പൊട്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞും ചിരിച്ചും. കാലങ്ങൾക്ക് ശേഷം ഞാൻ മതിമറന്നൊന്ന് ചിരിച്ചത് ഇന്നാണ് കേട്ടോ. അതുപോലെ ഞാൻ കാലങ്ങൾക്ക് ശേഷം ഞാനായതും ഇന്നാണ്. ഇവർ രണ്ടാളുടെ മുറിയും KG to PG ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് ഏറ്റവും തോന്നിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആരും പൊസസീവ് അല്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒരാൾ വരുമ്പോൾ ഞങ്ങളുടെ ഒരാൾ കൂടി കൂടുന്നു, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് വലുതാവണു, നമ്മളെ സർക്കിൾ വലുതാവണം എന്നുള്ളൊരു ഹാപ്പിനെസ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ളത്. അല്ലാതെ ഒരാൾ വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് കുറയോ അങ്ങനെ ഒരു ഈഗോ തോട്ട് ആരുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഞങ്ങളുടെ സർക്കിൾ ഇത്ര വലുതായിട്ട് കിടക്കാനും ഉള്ളൊരു കാരണം. അങ്ങനെ ഞങ്ങൾ സായയിൽ പോയി ചായയും കേക്കൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അടുത്ത ആൾക്കും വീട്ടിൽ നിന്ന് വിളി വന്നു, കുട്ടി കരയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മുറിയും പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ കൂടുതൽ നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങളങ്ങനെ പോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇനി 1 വർഷം കഴിയും ഞങ്ങൾ കൂടാൻ വേണ്ടിയിട്ട്. നിസ്ന നാട്ടിലേക്ക് എത്തിയാൽ കൂടും എന്നുള്ളത് കൺഫേം ആണ്. അതിന് ഇടക്ക് എല്ലാവരും ഓരോ തിരക്കിലാവുമ്പോൾ ആരും അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കില്ല. എന്തായാലും ഞങ്ങൾ കൂടിയാലും ശരി, ഇല്ലേലും ശരി, കണ്ടാലും ശരി, ഇല്ലേലും ശരി, ഞങ്ങളുടെ സ്നേഹം ഇതേപോലെ ഉണ്ടാവും.